ഓം ശ്രീ മഹാദേവേ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ശ്ലോകം 94 ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിർ മതിർ ധൃതി ശാന്തി സ്വസ്തിമതി കാന്തിർ നന്ദിനി വിഘ്നനാശിനി. കുമാരഗണനാഥാംബ. കുമാരഗണനാഥാംബ എന്ന് പറഞ്ഞാൽ കുമാരൻ സുബ്രഹ്മണ്യസ്വാമി, ഗണനാഥൻ ഗണപതി. അപ്പോൾ കുമാരഗണനാഥൻ എന്ന് പറഞ്ഞാൽ കുമാരനും ഗണനാഥനും ഗണപതി, സുബ്രഹ്മണ്യനും ഗണപതിയും. അവരുടെ അമ്മയാണ് ദേവി ശ്രീ പാർവതി. കുമാരഗണനാഥാംബ അവർക്ക് അമ്മയായിട്ടുള്ള ആളാണ് എന്ന് സ്ഥൂലമായ അർത്ഥം. ഇനി അതിനൊരു സൂക്ഷ്മമായ അർത്ഥമുണ്ട്. ഇതിന് എന്താണെന്ന് വെച്ചാൽ കുമാര ഗണനാഥാംബ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം കു എന്ന അക്ഷരത്തിന് കുൽസിതം അല്ലെങ്കിൽ ഹീനം എന്നൊരർത്ഥമുണ്ട്. പിന്നെ കു മാറ്റി വെച്ചിട്ട് മാരഗണ എന്നാണ്. മാരഗണ എന്ന് പറഞ്ഞാൽ അത് വിഷയകാലങ്ങളാണ്. മാരൻ കാമദേവനാണ്. മാരഗണ വിഷയകാലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മാരഗണനാഥാംബ എന്നാണ്. അപ്പോൾ ആ വിഷയകാലങ്ങളുടെ നാഥനെ ബന്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ കുൽസിതമായ അഥവാ നിന്ദിക്കപ്പെടേണ്ടതായ കാമവികാരങ്ങളെ ഉണ്ടാക്കുന്നു. അതിനുണ്ടാക്കുന്ന പ്രേരക ശക്തികളെ അടക്കി നിർത്തുന്നവളാണ് ദേവി. അങ്ങനെ ഉണ്ടാക്കുന്ന കുൽസിതമായ നിന്ദിക്കപ്പെടേണ്ടതായ വികാരങ്ങളെ ഉണ്ടാക്കുന്ന പ്രേരക ശക്തികളെ അടക്കി നിർത്തും. അതിനെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. അപ്പോൾ മനുഷ്യൻ്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്നവയാണ് ഈ കാമജന്യമായ വികാരങ്ങൾ. അങ്ങനെയുള്ള കാമവികാരങ്ങളെ ബന്ധിച്ച് നാഥാംബ എന്ന് പറയുമ്പോൾ അവിടെ ബന്ധിക്കപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വികാരങ്ങളെ ബന്ധിച്ച് ഭക്തരെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നു ദേവി എന്നാണ് അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥമായിട്ട് പറയുന്നത്. ബാഹ്യമായ സ്ഥൂലമായ അർത്ഥം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെയും ഗണപതി ഭഗവാനെയും പ്രസവിച്ച അമ്മയായിട്ട് കാണുന്നു ദേവിയെ. പിന്നെ അടുത്തത് തുഷ്ടി, സന്തുഷ്ടി രൂപമായവൾ. ആഗ്രഹങ്ങൾ നിറവേറുന്നത് മൂലമുണ്ടാകുന്ന സംതൃപ്തി, അത് നൽകുന്ന മനപ്രസാദം. ഇതിൻ്റെ പേരാണ് തുഷ്ടി. തുഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ടി രൂപമായവൾ. ആ സന്തുഷ്ടി അല്ലെങ്കിൽ തുഷ്ടി എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നിറവേറുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി. ആ സംതൃപ്തി നൽകുന്ന മനപ്രസാദം, മനസ്സിൻ്റെ സന്തോഷം. അപ്പോൾ അങ്ങനെ സർവ്വജീവികളിലും അഭിലാഷം സഫലമാകുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം ദേവീ രൂപം തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ തുഷ്ടി കഴിഞ്ഞാൽ പുഷ്ടി. തുഷ്ടി പുഷ്ടിർ മതിർ ധൃതി എന്നാണ്. പുഷ്ടി എന്ന് പറഞ്ഞാൽ പോഷണം നൽകുന്നതിന് ശക്തിയുള്ളവൾ. പോഷണം എന്താണ്? എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും 6 ഭാവങ്ങളുണ്ട്. എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും 6 ഭാവങ്ങൾ. എന്താണ്? ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി. നിലനിൽക്കുക, അത് നിലനിൽപ്പ്. പിന്നെ വർദ്ധിക്കുക, ഉണ്ടായി നിലനിന്നു, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? വർദ്ധിക്കുക. പിന്നെ ആ വർധനയുടെ ഒരു പരിണാമമുണ്ട്, പരിണമിക്കുക. അടുത്തത് ക്ഷയിക്കുക, പിന്നെ അത് പതുക്കെ താഴത്തേക്കാവും ഗ്രാഫ്. ക്ഷയിക്കുക, അവസാനം നശിക്കുക, ഇല്ലാതാകും. ഇങ്ങനെ ഒരു 6 എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും 6 ഭാവങ്ങളുണ്ട്. ആ 6 ഭാവങ്ങൾ ജായതേ, അസ്ഥി, വർദ്ധതേ, വിപരിണതേ, അപക്ഷീയതേ, നശ്യതേ എന്നാണ് അതിൻ്റെ ഒരു താത്വികമായി പേര് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഉണ്ടാകുക, നിലനിൽക്കുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക. അതുതന്നെയാണ് ജായതേ, അസ്ഥി, വർദ്ധതേ, വിപരിണാമത്തെ, അപക്ഷീയതേ, നശ്യതേ. അപ്പോൾ സൃഷ്ടിക്ക് കാരണമായ ശക്തി ചൈതന്യം തന്നെയാണ് വളർച്ചയ്ക്കും കാരണമായത്.
സൃഷ്ടിയുടെ ആ ഒരു കാരണശക്തി തന്നെയാണ് വളർച്ചയുടെയും കാരണശക്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോഷണം അഥവാ പുഷ്ടി 10 വിധത്തിലാണ്. നേരത്തെ എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്ക് 6 വിധം എന്ന് പറഞ്ഞു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 10 വിധത്തിലാണ് പോഷണം, പുഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. അത് ആ 10 വിധത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ദേവി തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. വാക്ക്, ജ്ഞാനം, ശരീരം, ഇന്ദ്രിയം, ക്ഷേത്രം, ധനധാന്യങ്ങൾ, പ്രജ, പശു, ഗ്രാമം, ധർമ്മം, ഇത്രയുമാണ് ആ 10 കാര്യങ്ങൾ. അപ്പോൾ അത് ദേവി തന്നെയാണ് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. വാക്ക്, ജ്ഞാനം, ശരീരം, ഇന്ദ്രിയം, ക്ഷേത്രം, ധനധാന്യങ്ങൾ, പ്രജ, പശു, ഗ്രാമം, ധർമ്മം. അത് കഴിഞ്ഞിട്ടോ മതിർധൃതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ രൂപത്തിലുള്ളവൾ മതി. പ്രജ്ഞാകേന്ദ്രമാണ് ബുദ്ധി. ഇന്ദ്രിയങ്ങൾ വഴി സംഭരിക്കുന്ന ജ്ഞാനത്തെ സൂക്ഷിക്കുകയും സന്ദർഭാനുസരണം വിവേകപൂർവമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പ്രജ്ഞാകേന്ദ്രം. പ്രജ്ഞ എന്ന് പറയുമല്ലോ, നമുക്കൊക്കെ ബുദ്ധിയുടെ രൂപത്തിൽ ആ പ്രജ്ഞാകേന്ദ്രമാണ് ബുദ്ധി. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രജ്ഞാകേന്ദ്രമാണ് ബുദ്ധി. അപ്പോൾ ബുദ്ധി എന്താ ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങൾ വഴി സംഭരിക്കുന്ന, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി, കണ്ണും ചെവിയും മൂക്ക് എല്ലാം ഉണ്ടല്ലോ, ഇന്ദ്രിയങ്ങൾ വഴി സംഭരിക്കുന്ന ജ്ഞാനം, അതുവഴി നമുക്ക് കിട്ടുന്ന അറിവ്, ആ അറിവിനെ സൂക്ഷിക്കുകയും അത് നമ്മൾ കരുതി വയ്ക്കുന്നു. നമ്മൾ കണ്ണുകൊണ്ടൊരു കാര്യം കണ്ടു, ആ കണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാകും, പിന്നീട് ഒരു അവസരത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അത് സൂക്ഷിക്കുകയും സന്ദർഭാനുസരണം വിവേകപൂർവമായി, അത് വിവേകത്തോടു കൂടിയാണ് ഉപയോഗിക്കുന്നത്, വെറുതെ അല്ല, ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ശരിക്കും പ്രജ്ഞാകേന്ദ്രത്തിൻ്റെ ഡ്യൂട്ടി. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ദേവിയുടെ ചൈതന്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ് ഇവിടെ നമ്മുടെ വിശ്വാസം. ഇത് ദേവിയുടെ ചൈതന്യമാണ്. അടുത്തത് ധൃതി, മതിർധൃതി എന്ന് പറയുന്നുണ്ട്. മതി ഈ പറഞ്ഞത്. പിന്നെ ധൃതി, ധൈര്യം. ധൃതി എന്ന വാക്കിൻ്റെ അർത്ഥം ധൈര്യം എന്നാണ്. ധൈര്യം എന്നുള്ളതിന് മനസ്സിൻ്റെ അചഞ്ചലത്വം എന്ന് പറയും. അചഞ്ചലത്വം എന്ന് പറയുമ്പോൾ അത് സ്ഥൈര്യമാണ്. ധൈര്യം എന്നതിനെ കുറച്ചുകൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥൈര്യം, സ്ഥിരത, മനസ്സിൻ്റെ അചഞ്ചലമായ അവസ്ഥ, ചഞ്ചലമല്ലാത്ത അവസ്ഥ, സ്ഥിരത, അതാണ്. ഏതൊരു രംഗത്തും വിജയം തരുന്നത് ദേവീ ചൈതന്യം, അത് ധൃതി തന്നെയാകുന്നു. ഈ സ്ഥൈര്യമാണ് നമുക്ക് ഏതൊരു രംഗത്തും, ദേവീ ചൈതന്യത്തിൽ ഈ ധൈര്യമുള്ളപ്പോൾ ആ ധൈര്യം കൊണ്ടാണ് നമ്മൾ ഏത് രംഗത്തും വിജയിക്കുന്നത്. ആ ധൈര്യത്തിന് സ്ഥൈര്യം എന്ന് പറയും, ധൈര്യം എന്ന് പറയും. അത് ദേവിയാണ് നമുക്ക് പകർന്നു തരുന്നത്. എല്ലാ രംഗത്തും വിജയം നേടുന്നത് ആ ദേവീ ചൈതന്യം തന്നെയാണ് കാരണമായിട്ടുള്ളത്. അടുത്തത് ശാന്തി സ്വസ്തിമതി. ദേവിയുടെ വിശേഷണം തന്നെയാണ് ശാന്തി സ്വസ്തിമതി, കാന്തിർനന്ദിനി, വിഘ്നനാശിനി. എന്തൊക്കെയാണ്? ശാന്തി, ഏറ്റക്കുറച്ചിലുകളില്ലാതെ വികാര വിക്ഷോഭങ്ങൾക്ക് വശംവദമാകാതെ നിസ്പന്ദവും സമതുലിതവുമായ അവസ്ഥയാണ് ശാന്തി. ശാന്തി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? സമാധാനം, അല്ലേ? ഓം ശാന്തി 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 എന്ന് പറയും. ധ്യാനമന്ത്രങ്ങൾ, ശാന്തി മന്ത്രം പറയുന്നത് എന്താണ്? അവസാനം ശാന്തി 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 എന്ന് 3 പ്രാവശ്യം പറയും. എന്താണ്? സമാധാനമാണ്. ലോകാ സമസ്ത സുഖിനോ, എല്ലാവർക്കും സമാധാനം കിട്ടണം. അപ്പോൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ വികാര വിക്ഷോഭങ്ങൾക്ക് വശംവദമാകാതെ നിസ്പന്ദവും, സ്പന്ദനമില്ലാതെ സമതുലിതവും, എല്ലാവിടും ബാലൻസ് ചെയ്തിട്ടുണ്ടാകും, സമതുലിതവുമായ അവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത്. ഇത് ശമസ്വഭാവം തന്നെ. ഈ ശാന്തിയുടെ മറ്റൊരു വാക്കാണ് ശമം. ശമസ്വഭാവം തന്നെ. താപത്രയങ്ങൾക്ക് വശംവദരാകുന്ന സാധാരണ ജീവന്മാർക്ക് ഈ അവസ്ഥ അപൂർവമായി മാത്രം കിട്ടുന്നു. കാരണം ശാന്തി കിട്ടില്ല. എന്താ കാരണം? താപത്രയങ്ങൾ. നമ്മൾ ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ താപത്രയങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. 3 തരത്തിലുള്ള താപങ്ങളാണ്. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം. 3 തരത്തിലുള്ള ദുഃഖമാണ് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ
ഈ ശാന്തി എന്ന് പറയുന്ന ആ ബാലൻസ് ചെയ്യുന്ന സമതുലിതമായ അവസ്ഥ സകല വികാര വിക്ഷോഭങ്ങൾക്ക് വശംവദരാകാതെ നിസ്പന്ദവും സമതുലിതവുമായി കിട്ടുന്ന ഒരവസ്ഥ, അതാണല്ലോ ശാന്തി. ആ ശാന്തി ഈ താപത്രയങ്ങളുടെ ഉള്ളിൽപ്പെടുന്ന, അതിന് വശപ്പെടുന്നവർക്ക്, സാധാരണ ജീവന്മാർക്ക്, സാധാരണ മനുഷ്യർക്ക് ആ അവസ്ഥ കിട്ടുന്നില്ല. നമ്മൾ പറയുന്ന ശാന്തി എന്ന അവസ്ഥ അപൂർവമായി മാത്രം കിട്ടുന്നുള്ളൂ. അത് ക്ഷണികവുമാണ്, അത് മാറിപ്പോവും. ശാന്തി കുറച്ച് സമാധാനം കിട്ടും, അപ്പം തന്നെ ആ സമാധാനമൊക്കെ പോയ വഴി പോകും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സമാധാനം അങ്ങനെ തന്നെ പോകും. ഈ സ്ഥിരമായി സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നത് ദേവിയെ മുറുകെ പിടിക്കുന്ന, ദേവിയിലേക്ക് മനസ്സർപ്പിച്ച് അല്ലെങ്കിൽ ഈശ്വര ചിന്തയിലേക്ക് മനസ്സർപ്പിച്ച് നിൽക്കുന്നവർക്ക് ആ ശാന്തിയെ സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവിയാകട്ടെ ചിദാനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ അറിയപ്പെടുന്ന ശാന്തിയുടെ സ്വരൂപമാണ്. ചിദാനന്ദം, ചിത്ത് ആനന്ദം, ബ്രഹ്മാനന്ദം, അതിനേക്കാൾ ഉപരിയായ ആനന്ദം ബ്രഹ്മാനന്ദം. ഭക്തിയുടെ പരകോടിയിൽ ആ ബ്രഹ്മാനന്ദം അനുഭവിക്കും ശരിയായ ഭക്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ശാന്തിയുടെ സ്വരൂപമാണ് ദേവി. അപ്പോൾ ആ ദേവി ശാന്തി സ്വരൂപിണിയാണ്. യാ ദേവി സർവഭൂതേഷു, ദേവി മഹാത്മ്യത്തിൽ പറയുന്നതാണ്, യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. സർവഭൂതങ്ങളിലും ഏതൊരു ദേവിയാണോ ശാന്തി രൂപത്തിൽ സ്ഥാപിതയായിട്ടുള്ളത്, നമസ്തസ്യൈ, ആ ദേവിയെ നമസ്കരിക്കുന്നു. നമസ്തസ്യൈ, നമസ്തസ്യൈ 3 വട്ടം ആ ദേവിയെ നമസ്കരിക്കുന്നു. നമോ നമ, അത് ദേവി മഹാത്മ്യത്തിൽ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ദേവി, അങ്ങനെയുള്ള ദേവിയുടെ വിശേഷണം അത് സ്വസ്തിമതി. സ്വസ്തി എന്ന് പറഞ്ഞാൽ സു അസ്തി എന്നാണ് അത് പിരിച്ചു പറയുന്നത്. സ്വസ്തി അതായത് ഉണ്മ. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന ആ അവസ്ഥയാണ്. ശോഭയാർന്ന ഉണ്മ. സു അസ്ഥി എന്ന് പറയുമ്പോൾ ശോഭയാർന്ന ഉണ്മ, ശോഭനമായ ഉണ്മയാണ് ദേവീ രൂപം. അപ്പോൾ മനോഹരമായ ഒരു ഉണ്മ എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്ന അവസ്ഥ, അതാണ് ദേവീ രൂപം. പരമാർത്ഥികമായ സത്ത, പരമാർത്ഥമായ സത്യസന്ധമായ ആ സത്തയാണ്, അതിൻ്റെ ഒരു ജീവനാണത്. പരമാർത്ഥികമായ സത്ത, ഒരിക്കലും നാശമില്ലാത്തതും മാറ്റമില്ലാത്തതുമായ പരമസത്യം, അതാണ് ദേവിയുടെ ചൈതന്യം. സ്വസ്തി എന്ന പദം തന്നെ മംഗളം, അനുഗ്രഹം, പുണ്യം, ക്ഷേമം ഇവയെല്ലാം പ്രദാനം ചെയ്യുന്ന എന്താണോ അതാണ് സ്വസ്തി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കാന്തിർ നന്ദിനി വിഘ്നനാശിനി. കാന്തി സ്വരൂപമായവളാണ് കാന്തി. കാന്തി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, ആകർഷണം, അന്യർക്ക് ആകർഷണം തോന്നുന്ന തേജസ്സിൻ്റെ രൂപം ധരിച്ചവളാണ് ദേവി. കാന്തിർ നന്ദിനി. നന്ദിനി എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുന്ന അവൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദേവി ആനന്ദ സ്വരൂപിണിയാണ്. സകല ജീവികൾക്കും ആനന്ദം അരുളുന്നത് ദേവിയാണ്. വസിഷ്ഠ മഹർഷിയുടെ കാമധേനുവിൻ്റെ പുത്രിയുടെ പേര് നന്ദിനി എന്നാണ്. സർവാഭീഷ്ടപ്രദായിനിയാണ് നന്ദിനി. ആ നന്ദിനിയുടെ പേര് തന്നെയാണ് ഇവിടെ ദേവിയുടെ പേരായിട്ടും പറയുന്നത്. കാരണം എന്താ? എപ്പോഴും ആനന്ദിപ്പിക്കുന്നവളാണ്, സർവാഭീഷ്ടദായിനിയാണ്. നന്ദിനിയും അതെ, ദേവിയും അതെ, സർവ അഭീഷ്ടങ്ങളും ദാനം ചെയ്യുന്ന പരമമായ ചൈതന്യമാണ്. ഗംഗാദേവി എല്ലാവരുടെയും പാപങ്ങളെ നശിപ്പിക്കുന്നതിനാൽ നന്ദിനി എന്ന് ഗംഗാദേവിക്ക് പേരുണ്ട്. അടുത്തത് വിഘ്നനാശിനി, വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ. ധർമ്മ അർത്ഥ കാമങ്ങൾ നേടുന്നതിനുള്ള പരിശ്രമത്തിൽ വിഘ്നങ്ങൾ നേരിടാം. നമുക്കൊരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം. ധർമാർത്ഥ കാമങ്ങൾ നേരിടാൻ വേണ്ടി, അത് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരും. ആധ്യാത്മിക സാധനയിലും വിഘ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തിലേക്കെങ്കിലും ഇറങ്ങിയാൽ അതിലെല്ലാം വിഘ്നങ്ങൾ വരാം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ 3 തരത്തിലാണ് ഈ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. ആദി എന്ന് പറഞ്ഞാൽ വിഘ്നം, ദുഃഖം. ആദി ഭൗതികമായിട്ട് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന തടസ്സങ്ങൾ, ദുഃഖങ്ങൾ. പിന്നെ ആധ്യാത്മികമായി ഭക്ത മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങൾ. അത് എങ്ങനെയാകും, എന്താകും, ഏതാകും,
അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് ഉടലെടുക്കുന്ന ദുഃഖങ്ങൾ. പിന്നെ ആധിദൈവീകമായി പ്രപഞ്ചശക്തികളിൽ നിന്ന് ഇടിമിന്നൽ, മഴ, ഇപ്പം തന്നെ ഉരുൾപൊട്ടൽ, അതെല്ലാം ആധിദൈവികമായി പ്രപഞ്ചശക്തികളിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ്. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ടാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഘ്നങ്ങളെയും നീക്കി ഭക്തൻ്റെ ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്ക് വേണ്ടി ദേവി അനുഗ്രഹം നൽകുന്നു. അതാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദേവീ പ്രാർത്ഥന, ദേവീ ഉപാസന നടത്തുന്ന ഭക്തൻ്റെ മനസ്സ് ചെയ്യുന്നത്. ഓം ശ്രീ മഹാദേവി നമഃ.